പോകാം. എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് സുരേഷ് ഗോപി. എയിംസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. തെരഞ്ഞെടുപ്പ് ഒന്ന് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങും. 2027 2028 എയിംസ് യാഥാർത്ഥ്യമാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥല ലഭ്യത, അത് ഈ പറയുന്ന പാരാഫർണിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. അത് നേരാവാനാണ് വഴി. ആരാ അത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അടുത്ത കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും സ്ഥലം വാങ്ങിയെടുക്കണം. അവിടെയാണ് ഇത് വരേണ്ടത്. ഒലക്ക കിട്ടുമോ? ഒലക്കയോ? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു. മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. എയിംസ് വരും, വന്നിരിക്കും. അല്ലെങ്കിൽ നാളെ ആവട്ടെ. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 2028 സാധ്യമാവട്ടെ. അള്ളാനെ, ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ഞാൻ പോകുന്നു. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.